ഫസ്റ്റ് എപ്പിസോഡ് എൻഡായിരുന്നത് ഹീറോനും അതുപോലെ തന്നെ യുണ്ണുങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഡാൻസ് ശരിയാക്കുന്ന ആ ഒരു സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീടിടാനായിട്ട് പറ്റിയിരുന്നില്ല. ഞാനൊന്ന് ചെറുതായിട്ട് വീണായിരുന്നു. സോ അതുകൊണ്ട് അതിന് റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് പറ്റായിരുന്നത്. എന്തായാലും ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ മഴയുടെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഹൈ റേഞ്ച് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലവണ്ണം മഴ പെയ്യുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ടും വരാൻ പാടില്ലാത്തതുകൊണ്ട് അതും ഒരു പ്രശ്നം തന്നെയാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വീഡിയോ കൃത്യം ഇടായിരുന്നത്. എന്തായാലും ഇനി ഉറപ്പായിട്ടും ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനുള്ള എല്ലാവിധ ശ്രമവും നടത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹീറോയിനാണെങ്കിൽ ആ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ, അതായത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ്. ഈ സമയത്താണെങ്കിൽ കായ് ആണെങ്കിൽ അവളോട് പറയാണ്, എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ക്യാമ്പിലുണ്ടായിരുന്നു, അതായത് ഹീറോ ഉള്ളത് ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ നിൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഹീറോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവൻ കുറേ പ്രാവശ്യം തന്നെ വിളിച്ചെന്നാണ് തോന്നുന്നത്. അകത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് എല്ലാനായിട്ട് പറയാണ്. അവൾ ചെന്നത് ഉടനെ ഹീറോയിനെ തിരിച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ അവനാണെങ്കിൽ അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് ക്യാമ്പിൽ എങ്ങനെയുണ്ട്, അവൾ സ്കൂളിൽ എങ്ങനെയാണ്, സ്കൂളിൽ ഇപ്പോൾ ഓക്കെ ആണോ, എല്ലാവരും ബുള്ളി വല്ലതും ചെയ്യുന്നുണ്ടോ, അതായത് ഇവിടെ എല്ലാവരും പറഞ്ഞ് കളിയാക്കാരൊക്കെ ഉണ്ടല്ലോ. സോ അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുകയാണ്. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്തു എന്ന് അവൾ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിറ്റേ ദിവസമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഹീറോയിൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് കളിക്കുവാണ്. അതേ സമയത്താണെങ്കിൽ സെൻ അറിയാതെ എങ്ങാണ്ട് വീടുവാണ്, അതായത് അവളുടെ തന്നെ കുറ്റം കൊണ്ട് വീടുവാണ് ചെയ്യുന്നത്. പക്ഷേ ആണെങ്കിൽ അവൾ ഹീറോയുടെ തലയിൽ കുറ്റം വെക്കുവാണ്. അതായത് നീ കുഴപ്പമില്ല, സാരമായിട്ട് അറിയാതെ വീണല്ലേ എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ തലയിൽ അറിയാതെ കാലിൽ അറിയാതെ ചവിട്ടിയതല്ലെന്നൊക്കെ പറഞ്ഞ് സെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഞാൻ അറിയാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നീ ചെയ്തെന്നൊക്കെ പറഞ്ഞ് സെന്ന്, അപ്പോൾ സെന്നിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവരും കൂടെ വന്നിട്ട് സെന്ന് വീണത് ഹീറോയിൻ കാരണമാണെന്ന് അങ്ങ് പറയുകയാണ്. സത്യം പറഞ്ഞാൽ സെൻ തന്നെ കാരണമാണ് വീണത്, പക്ഷേ ഹീറോയുടെ തലെല്ലാം കൂടെ കൊണ്ട് കുറ്റം വെക്കുവാണ്. അതേ സമയത്താണെങ്കിൽ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ സെന്നും കൂട്ടാനായിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് വളരെ മോശമാവും, ഹീറോയിൻ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നന്നാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്ന പറയുന്നത്. അതേ സമയത്ത് ഇവളുടെ കൂട്ടുകാരെല്ലാം പറയുകയാണ്, നീ പിന്മാറുവാണെങ്കിൽ ഞങ്ങളും പോവും, ഞങ്ങൾ കളിക്കാൻ താല്പര്യമില്ല, നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളും കളിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ യുൻ കേൾക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ യുൻ അകത്തേക്ക് കയറി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഹീറോയിൻ വളരെ മോശമായിട്ടാണ് അതെല്ലാം കളിച്ചിരുന്നത്, പക്ഷെ അവൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ വളരെ നന്നായിട്ട് വന്നു. അവളെ എനിക്ക് വളരെ നന്നായിട്ട് കളിപ്പിക്കാൻ, അതും 1-2 ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറിയിട്ട് വേറെ 4 പേര് പിന്നെ വന്നാലും എനിക്ക് അവരെ പ്രാക്ടീസ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളുക, അത്രയും ഗുണമായിരിക്കും ഞങ്ങൾ ടീമിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് യുന്നാണെങ്കിൽ സെന്നിനോട് പറഞ്ഞിട്ട് പോവാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട്. ഹീറോയിൻ ഭയങ്കര സന്തോഷമാവാണ്. ശേഷം വീണ്ടും അടുത്ത് നിന്ന് പറയുകയാണ്, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോഴും നിന്നോട് പിണങ്ങി മാറിയിട്ടില്ലെന്ന് പറയുന്ന സമയത്ത്, എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും എന്നോട് പിണങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ നിനക്ക് എന്നോട് ഇപ്പോൾ പിണക്കൊന്നുമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, ഞാൻ കേട്ടിരുന്നു സെന്നിനോട് നീ പറയുന്നത്, എൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചതിന് കാരണം നിനക്ക് എന്നെ ഇഷ്ടമുള്ളതെന്ന് പറയുകയാണ്. നാളെ നമുക്ക് നല്ല ഡ്രസ്സ് നോക്കി തിരഞ്ഞെടുക്കണം. അതായത് ഇവർ ഏത് ഡാൻസിന് വേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഗ്രൂപ്പ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവളും വരുമല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഏറ്റവും നല്ലതായിട്ട് എടുക്കാം, നിനക്ക് നല്ല സെലക്ഷനൊക്കെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ പിറ്റേ ദിവസം പുള്ളിക്കാരി വന്നില്ല. അതായത് ഹീറോയിൻ തനിച്ച് പോകേണ്ട അവസ്ഥ വരുവാണ്. അവൾക്ക് ഭയങ്കര സങ്കടം വരുവാണ്. എന്നാലും യുന്ന് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. ബാക്കി ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, യുനെന്താ വരാതെ നിന്നെ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. സമയത്താണെങ്കിൽ അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇവർ ഡ്രസ്സ് എടുക്കുന്ന അവിടെ എത്തുവാണ്. ഡ്രസ്സ് എടുക്കുന്ന അവിടെ എത്തുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഒരു റെഡ് കളറുള്ള ഒരു ഡ്രസ്സ് ആദ്യം സെലക്ട് ചെയ്യണത് വളരെ നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരും കാണിക്കുവാണ്. ഈ സമയത്ത് തന്നെ ബാക്കി എല്ലാവരും പറയാണ്, നിനക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് വളരെ രസമൊന്നുമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുവാണ്. ഇതേ സമയത്ത് ഇതേ ഡ്രസ്സ് ഇട്ട് സെന്ന് വരുവാണ്. അതായത് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്ക് എല്ലാവരും പറഞ്ഞു, ഇത് അടിപൊളി ഡ്രസ്സാണ്, സൂപ്പറാന്ന് പറയുന്നത്. ഇത് കണ്ടതും ഹീറോയിന് കുറച്ചധികം സങ്കടമാവാണ്. കാരണം അവൾ ഓൾറെഡി ആ ഡ്രസ്സ് പറഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല. സെന്നിട്ടുണ്ടോന്ന് വളരെ താല്പര്യം. സെന്നാണ് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ പറയാണ്, ഞാൻ ഏത് ഡ്രസ്സ് നല്ലതാണോ ചീത്തയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളാരും എന്തായാലും എടുക്കാൻ പോകത്തില്ലെന്ന് പറയുന്നത്. സമയത്ത് വേറൊരു കൊച്ചെന്ന് പറയുകയാണ്, അതായത് ഭൂരിഭാഷം നോക്കിയാണ് എടുക്കുന്നത്, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. എന്തായാലും ഈ ഡ്രസ്സ് ഇവൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ നോക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവർ പറയുവാണ്. അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഇവളുടെ ഡ്രസ്സിൽ എന്തോ ഒരു പാകപ്പഴയുണ്ട്. ഞാനിപ്പോൾ അവരൊന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞ് ഇവൾ അകത്തേക്ക് കയറിപ്പോവാണ്. പക്ഷേ ഇവൾ വരുന്നോ ഇല്ലയോ, അത് വന്നില്ലയോ എന്ന് ചെക്ക് ചെയ്യാതെ, ഇവൾക്ക് വേണ്ടി വെയിറ്റ് പോലും ചെയ്യാതെ ഇവരാണെങ്കിൽ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഹീറോയിൻ അവിടെ ആ പ്രദേശത്ത് ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി അറിയാം, ഹീറോയിൻ വേറൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പല വഴികളും അത്ര കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. സോ അവൾ ഒരുപാട് പേടിക്കും. അതുമാത്രമല്ല ആദ്യമായിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്രയും നാളെ ബുള്ളി ചെയ്ത് കഴിഞ്ഞപ്പോഴും അവൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയോട് സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് അവൾക്ക് ഭയങ്കര സങ്കടമാവുകയാണ് ചെയ്യുന്നത്.
ശേഷമാണെങ്കിൽ അവൾ ഈ ഹീറോയെ വിളിച്ചാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിനെ വിളിക്കുന്നില്ല. എങ്ങനെയും അവൾ തിരിച്ച് വീട്ടിലെത്താനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ അവൾ ഹീറോയിൻ തിരിച്ച് വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയെന്നൊക്കെ പീറ്റർ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടെയാണ് അവൾ ഇരിക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ രീതിയാണ്. എന്നിട്ടാണെങ്കിൽ അവൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും യുനിനോട് സംസാരിക്കില്ല, അവൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് കളഞ്ഞു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അതെങ്ങനെയാണ് അവളുടെ അച്ഛൻ്റെ കൂടെ അവൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ, എന്നാൽ അവൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമല്ലെന്ന് അമ്മ ചോദിക്കുകയാണ്. എങ്കിലും എന്താ അവൾക്ക് വരത്തില്ല, അവളുടെ അച്ഛനങ്ങ് തനിച്ച് പോകത്തില്ലെന്ന് ചോദിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അങ്ങനെയല്ല, അവളുടെ അച്ഛൻ ഓൾറെഡി വയ്യാതായി ഇരിക്കുന്നതാണ്. സോ പുള്ളിക്കാരനൊരു ടെൻഷനുണ്ട്, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ വേറെ ആരും അവളെ നോക്കാതിരുന്നാണ്. അപ്പോൾ റിലേറ്റീവ്സ് അല്ലേ അവളെ നോക്കാൻ കാണത്തുള്ളൂ. സോ എപ്പോഴും അവരുടെ ഒപ്പം നല്ല കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവളെയും കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്ന സമയത്ത് അതെന്താ അവരുടെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നോക്കാൻ പറ്റില്ലേ, എല്ലാത്തിലും റിലേറ്റീവ്സിൻ്റെ കൂടുതൽ ഇങ്ങനെയൊക്കെ അവൾ പറയണം. അതായത് അവൾക്ക് നമുക്ക് നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ അവൾ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഒരാൾ കോൾ വരുവാണ്, അതായത് കായുടെ അച്ഛൻ വിളിക്കുവാണ്. എന്നിട്ട് പറയുകയാണ് നമ്മുടെ യുന്നിൻ്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതാവുകയും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും പറയുകയാണ്. ഇത് കേട്ടതും എല്ലാവരും കൂടെ പേടിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും യുന്നാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്, അതായത് അച്ഛനാണെങ്കിൽ ഡോക്ടർ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകാനായിട്ട് നോക്കണമെന്ന് പറയുന്നത്. അതേ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഇവൾക്ക് വെറും 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ ഇത്രയും കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ ഞാൻ ഒരാൾ കാരണം, ഇവിടെയാണ് എല്ലാ കാര്യവും ചെയ്യേണ്ട അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത്, വെറുതെ കാശ് കളഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. അതേ സമയത്ത് ബാക്കിയെല്ലാവരും പറയുന്നുണ്ട്, അത്ര വിഷമിക്കേണ്ടായിരുന്നില്ല, നിൻ്റെ പൈസ എല്ലാം കൂടെ ഹോസ്പിറ്റൽ ഫീസ് എല്ലാം നമ്മുടെ ഫാക്ടറിയിൽ ഓൾറെഡി ഇയാൾ വർക്കർ ആയിരുന്നല്ലോ പണ്ട്, സോ അതൊക്കെ കവർ ചെയ്തോളും എന്ന് പറയുന്നത്. ഈ സമയത്താണെങ്കിൽ അവിടെ വെച്ചാലുള്ള കാലിനും വയ്യാതായതുണ്ട്, അപ്പോൾ എല്ലാവരും കവർ ചെയ്യും എന്നൊരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും ഉറപ്പായിട്ടും കവർ ചെയ്യും എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കവർ ചെയ്യും, അല്ലെങ്കിൽ ആ ഫാക്ടറി എന്നുള്ള രീതിയിൽ മെഡിക്കൽ ബില്ലെല്ലാം അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് കുറച്ച് സമാധാനമൊക്കെ ആവുന്നുണ്ട് ഇവിടെ. തുടർന്ന് കാണിക്കുന്ന യുന്നാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നിനക്ക് പാക്ക് ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ പാക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഇവിടെ ഭയങ്കര ടെൻഷനിലാണല്ലോ യുന്ന. അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാനായിട്ട് ഹീറോയിൻ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും കൃത്യമാണെങ്കിൽ ആ ഗ്ലാസ് താഴോട്ട് വീണു, അവിടെ മൊത്തം പൊട്ടിപ്പോകണം. അപ്പോഴത്തേക്കും യുന്നാണ് കൈവച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അത് വേണ്ട, ഞാൻ അടിച്ച് വാരി കളഞ്ഞതെന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ അടിച്ചു വരാനായിട്ട് വരുവാണ്. ഇതിന് ശേഷമാണെങ്കിൽ ഹീറോയിനാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിനക്ക് എന്നോടുള്ള ദേഷ്യം തോന്നണ്ടേന്ന് അവളാണെങ്കിൽ തിരിച്ചു ചോദിക്കുകയാണ് ഇന്നോട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കാര്യമില്ലാതെ നിന്നെ കുറ്റപ്പെടുത്തി എന്നൊക്കെ ചെയ്യുന്നൊക്കെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ഇതിനെല്ലാം കാരണമാണെങ്കിൽ ആ യു ആണെന്ന് അവൾ പറയുകയാണ്. യു അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം ചെയ്തത് അവൻ്റെ കസിനാണ് ആ ഫോണിൽ അങ്ങനെ ചെയ്തതെന്ന് ഇവിടെ കള്ളം പറയുകയാണ്. അതായത് കസിൻ ചെയ്തെന്ന ഇതിൽ കള്ളം, ഒറിജിനലായിട്ട് യു തന്നെയാണ് ഇവർ തമ്മിലുള്ള ആ ചേർച്ചയൊക്കെ നോക്കിയത്. പക്ഷേ കസിൻ പ്രാങ്കായിട്ട് നോക്കിയത്, കസിനോട് ഞാൻ സംസാരിച്ചിരുന്നു, അവൻ ആണ് അങ്ങനെ നോക്കിയെന്ന് പറഞ്ഞെന്ന് നമ്മുടെ യുന്നാണെങ്കിൽ ഹീറോയിനോട് കള്ളം പറയണം. അതായത് യുവും ബാക്കിയുള്ള ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു ഏകദേശം കുറച്ച് സമയത്തേക്ക് അവരാണെങ്കിൽ കൂട്ടൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. സോ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യുന്നാണെങ്കിൽ ഹീറോയിനോട് കള്ളം പറയുവാണ്. അതായത് അത് യു അല്ല അങ്ങനെ എഴുതിയത്, സോ യുവിൻ്റെ കസിൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവനോട് നല്ല പറയാനായിട്ട് പോകണം. അപ്പോഴത്തേക്കും അവൾ പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വേണ്ടതൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊക്കെ ഇപ്പോൾ സോൾവ് ആയെന്ന് പറയുകയാണ്, ഇപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ പ്രശ്നമൊക്കെ തീർന്ന് ഇവർ നല്ല ഫ്രണ്ട്സായിട്ട് വീണ്ടും മാറുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള ബില്ലെല്ലാം ബാക്കിയെല്ലാവരും കൂടി അടയ്ക്കും. അപ്പോഴത്തേക്കും അവളാണെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി ബില്ലൊക്കെ നിനക്ക് പേ ചെയ്യേണ്ടി വരില്ല എന്ന് പറയുകയാണ്. ശേഷം ഇവർക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് തുഷാങ്ങിൻ്റെ അമ്മ പറയുകയാണ്, നമുക്ക് പകലൊക്കെ ഞാൻ വന്നിരിക്കാം, അതിനുശേഷം നീ സ്കൂളിലൊക്കെ പോയതിന് ശേഷം വൈകുന്നേരം വന്നിരിക്കാൻ നോക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ അത് വേണ്ട, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ്. അത് വേണ്ടത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ തുഷാങ്ങിൻ്റെ അമ്മ പറയുകയാണ്. അത് മാത്രമല്ല ഞാൻ പകൽ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവരെല്ലാവരും കൂടി എനിക്കൊരു ചെറിയ പേ തരാനും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു വരുമാനം, സോ എനിക്കത് തരണ്ട, എനിക്ക് ആ പൈസ കിട്ടണ്ടെന്നാണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. അതേ സമയത്ത് അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം, എങ്കിൽ ഞാൻ പകൽ വന്ന് ഇരുന്നോളാം എന്ന് പറയണം. അപ്പോൾ അവരും ഓക്കെ പറയണം. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഇവിടെ ഓക്കെ ആക്കിയിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ആണെങ്കിൽ ഇവരെല്ലാം നല്ല കോൺഫിഡൻസോട് കൂടി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ എനർജിയോടെ തന്നെ മെയിനായിട്ട് പെർഫോം ചെയ്യണമെന്ന് എല്ലാവരോടും പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനമാണെങ്കിൽ കായ് ആണെങ്കിൽ വന്നിട്ട് അവരോട് പറയുകയാണ് ചെയ്യുന്നത്, ഇതൊരു സന്തോഷ വാർത്തയുണ്ട് എന്നു പറയുന്നത്. അതായത് ഹീറോ ആണെങ്കിൽ നമ്മുടെ സ്പോർട്സ് മീറ്റിൻ്റെ ദിവസം ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവരുടെ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അതായത് നമ്മുടെ ഇവിടെ IIT ഒക്കെ പോലെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ടോപ്പീസ് പഠിക്കാൻ ആഗ്രഹം IIT എയിംസ് ഒക്കെ പോലത്തെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹം ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. സോ അതിൻ്റെ പേരാണെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാൻ ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ
ടീച്ചേഴ്സും പ്രൊഫസേഴ്സൊക്കെ ഇവിടെ സ്പോർട്സ് മീറ്റ് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫസേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഹീറോയ്ക്ക് നല്ല സ്കോറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓൾറെഡി ഒളിമ്പ്യാഡിൽ സെലക്റ്റൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഈ പ്രൊഫസേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവൻ വരുന്നുണ്ടെന്ന് പറയുകയാണ്. സോ അപ്പോഴത്തേക്കും അന്ന് നമുക്ക് ഹീറോയെ കാണാൻ വരുന്നപ്പോഴത്തേക്കും ഹീറോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അപ്പോഴത്തേക്കും ബാക്കിയെല്ലാവരും ഇവിടെ ഹാപ്പി ആകുന്നപ്പോഴത്തേക്കും ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ യു മാത്രം ഭയങ്കര സങ്കടത്തിലാണ്. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷമാണെങ്കിൽ ഹീറോനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാനായിട്ട്. സോ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവന് വേണ്ടി എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് അമ്മയ്ക്ക് മനസ്സിലായി ഇത് അവന് വേണ്ടി തന്നെ ഉള്ളതെന്നുള്ള കാര്യം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന ഹീറോയുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ യുനിൻ്റെ ഫാദറിനെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. അപ്പോഴത്തേക്കും അയാളെ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്ന സമയത്ത് പൈസയുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞായിരുന്നല്ലോ ഫാക്ടറിയിൽ അയാൾ വർക്കർ ആയിരുന്നുകൊണ്ട് മെഡിക്കൽ ബില്ലൊക്കെ അടച്ചു പൊക്കോളുന്നു. പക്ഷെ അങ്ങനെ അടച്ചു പോകില്ല. കാരണം ഇയാൾ കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അന്നായിരുന്നു ആക്സിഡൻറ്റ് വന്നത്. അന്ന് അതിന് വേണ്ടിയുള്ള ബില്ലൊക്കെ ഓൾറെഡി അടച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഇനി ഒരു ബില്ല് അടയ്ക്കൽ സാധ്യത കുറവാണെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോഴത്തേക്ക് കാശ് പിടിക്കാൻ പറയുമ്പോഴത്തേക്ക് ആൾ പറഞ്ഞു അത് വേണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾ നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവളുടെ അച്ഛനാണെങ്കിൽ ബാത്റൂമിൽ കയറി കഥ അടച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവളാണ് പേടിച്ചില്ലുവാണ്. അയാൾക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഫാക്ടറിയിൽ നിന്നുള്ള ഇതൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഓൾറെഡി അവിടെ കയറി കഥ അടച്ചിരുന്ന് അയാളാണെങ്കിൽ എങ്ങനെയും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ തന്ത്രവും നടത്തുന്നത്. അത് മാത്രമല്ല യുന്നിനോട് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോയി ഇവിടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് വിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ പോകുന്നുമില്ല. ശേഷം വൈകുന്നേരം ആണെങ്കിൽ അയാൾ കൊടുത്ത കാശൊക്കെ കൈ പിടിച്ചതിന് ശേഷം അവൾ തിരിച്ച് പോവാണ്. എന്ത് ചെയ്യണമെന്നൊരു രീതിയിൽ അവൾക്ക് അറിയത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെല്ലാം വൃത്തിയാക്കുന്നുണ്ടെങ്കിലാണ് ഇവളുടെ അച്ഛൻ്റെ ഒരു ഡയറി കാണുന്നത്. സോ ഡയറിയിലാണെങ്കിൽ അയാൾ എത്ര രൂപ ജീവിതത്തിൽ ഇനി ആവശ്യം വരും, അതായത് പുള്ളിക്കാരി ഇനി യൂണിവേഴ്സിറ്റി പോകുമ്പോൾ എത്ര ചിലവാകും, അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡോവറി കൊടുക്കേണ്ട ഒരാളുണ്ട് നമ്മുടെ സ്ത്രീധനം പോലെ. അതുപോലെ അവിടെയും കൊടുക്കാറുണ്ട്. സോ അതിന് എത്ര രൂപയാവും, ചെറുക്കിന് കാറ് വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ എത്ര രൂപയാവും എന്നുള്ള രീതിയിൽ അയാൾ കണക്ക് കൂട്ടി ആ പൈസ എല്ലാം കൂടെ അയാളിങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ ഓരോ ആഗ്രഹങ്ങൾ അയാളിങ്ങനെ കാശ് കൂട്ടി വെച്ചിങ്ങനെ നടത്തി കൊടുക്കണമെന്ന്. ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വീട്ടിൽ വന്ന് ഫുഡ് കൊടുക്കണമെന്ന് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അയാൾ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇവർക്കൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഡാൻസ് കളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടത്താൻ പറ്റിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഒരു ആൽബം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവൾ ഹാപ്പി ആയിരുന്നു. ഓരോ കാര്യങ്ങൾ ഇയാളിങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് എന്തുമാത്രം പൈസ ആവശ്യം വരും അതൊക്കെ ഇയാൾ സേവും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇയാളുടെ കാര്യത്തിലൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ മകൾക്കിനി ലൈഫിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വരും അതൊക്കെ അറിഞ്ഞ് ഇയാളെല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഇതൊക്കെ കണ്ട് എല്ലാം വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യുന്നിനെ ഭയങ്കര സങ്കടമാവുകയും അവൾ അവിടെ നിന്ന് കരയുകയും ചെയ്യുകയാണ്. സോ ഇവിടെ വെച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് എൻഡാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.